ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ്? ജനുവരി 26-ന്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത്? 1950 ജനുവരി 26. 2021 ഇന്ത്യ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്? 71. 2020 റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥി ആരായിരുന്നു? ജയർ ബോൾസോനാരോ. റിപ്പബ്ലിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജനക്ഷേമ രാഷ്ട്രം. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രപതി ഭവനിൽ നിന്ന്. ഇന്ത്യയുടെ ദേശീയ മുദ്ര? ഉത്തരം സിംഹമുദ്ര. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഭാരതരത്നം. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത്? വന്ദേ മാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് ഭാഷയിലാണ് എഴുതിയത്? സംസ്കൃതം. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം? ഗ്രീസ്. റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? 21 ഗൺ സല്യൂട്ടുകൾ. റിപ്പബ്ലിക് എന്നാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവൻ ആയിട്ടുള്ള രാജ്യത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്? റെസ്പബ്ലിക്ക. ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏത്? ഗ്രീസ്. ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക് ഏത്? സാൻ മറീനോ. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത്? ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാനെടുക്കുന്ന സമയം? 52 സെക്കൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? ഉത്തരം ന്യൂഡൽഹി. റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തു നിന്നാണ്? ഫ്രാൻസ്. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം? 1950 ജനുവരി 24. സാരേ ജഹാം സേ അച്ച എന്ന ഗാനം രചിച്ചത് ആര്? മുഹമ്മദ് ഇക്ബാൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആര്?
മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരം ഏത്? മുംബൈ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? ഉത്തരം താമര. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഉത്തരം മയിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗാനദി. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ഉത്തരം കടുവ. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? പേരാൽ. ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ്? മാങ്ങ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം ഏതാണ്? അശോക സ്തംഭം. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത്? ഉത്തരം ഹിന്ദി. ഭരണഘടനാ ദിനം എന്നാണ്? ഉത്തരം നവംബർ 26. ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട്? 2. 1 ലിഖിതം, 1 അലിഖിതം. എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത്? 2 വർഷം 11 മാസം 18 ദിവസം. ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആര്? നന്ദലാൽ ബോസ്. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത്? ഇന്ത്യൻ ഭരണഘടന. ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏത്? അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത്? 1789. റിപ്പബ്ലിക് പരേഡിനിടയിൽ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? വിജയ് ചൗക്കിൽ വെച്ച്. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ്? MN റോയ്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ്? രാഷ്ട്രപതി. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത്? രാഷ്ട്രപതി ഭവൻ. രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂഡൽഹി. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഉത്തരം 6 വർഷം. രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 30. ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? 3 മലയാളി വനിതകൾ. റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്.
ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? അഹ്മദ് സുകാർഗോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര്? ഡോക്ടർ പൽപു. ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത്? ആമുഖം. ഏതു രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്? ഉത്തരം അമേരിക്ക. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തുപ്രതി തയ്യാറാക്കിയത് ആര്? പ്രേം ബിഹാരി റൈസാദ്. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32. ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആര്? KM മുൻഷി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ S രാധാകൃഷ്ണൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു? ഉത്തരം 15. രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ്? മലേഷ്യ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? മൈക്കിൾ ഒ ഡയർ. മൈക്കിൾ ഒ ഡയറിനെ വെടിവെച്ചു കൊന്നത് ആര്? ഉത്തരം ഉദ്ധം സിംഗ്. ആധുനിക ജനാധിപത്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം? ബ്രിട്ടൻ. ചെങ്കോട്ട പണി കഴിപ്പിച്ചത് ആരാണ്? ഉത്തരം ഷാജഹാൻ ചക്രവർത്തി. പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ ആലയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലാൻഡ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താത്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? ഉത്തരം നൗറു. അടുത്ത ചോദ്യം. റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഗവർണർ. സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപി. സത്യമേവ ജയതേ എന്ന വാക്യം ഏതു ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? മുണ്ടകോപനിഷത്ത്. ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? നാഗാലാൻഡ്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങൾ ആണ് ഉള്ളത്? 395. റിപ്പബ്ലിക് ദിന പരേഡിനിടെ നൽകപ്പെടുന്ന അവാർഡ് ഏതാണ്?
ധീരത പുരസ്കാരം. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാര്? എ. ഹ്യൂം. ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടിയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സ്വപ്നങ്ങളിലെ പെൺകുട്ടി രാഷ്ട്രപതി ആയാൽ ഞാൻ അവളുടെ സേവകൻ ആയിരിക്കും. ഇത് ആരുടെ വാക്കുകൾ? മഹാത്മാഗാന്ധി. കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തിരഞ്ഞെടുത്ത വർഷം? 1972. മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം? 1964. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. ദേശീയ പതാക നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന തുണി? ഖാദി. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല? കർണാടകയിലെ ഹുബ്ലി. ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത്? രാജ്യത്തിൻ്റെ ശക്തിയും ധൈര്യവും. ദേശീയ പതാകയിലെ വെള്ള നിറം സൂചിപ്പിക്കുന്നത്? ഉത്തരം സത്യവും സമാധാനവും. ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത്? ഉൽപാദനക്ഷമതയും വളർച്ചയും. ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത്? ചക്രം. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര അരക്കാലുകൾ ഉണ്ട്? 24. ദേശീയ പതാക ഉയർത്താൻ അനുവദനീയമായ സമയം? സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ. സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങൾ ആണ് ഈ സമൂഹത്തിൻ്റെ പുരോഗതിയുടെ മാനദണ്ഡം. ഇത് ആരുടെ വാക്കുകൾ? ഡോക്ടർ ബി. ആർ. അംബേദ്കർ.